നോളജ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട PSC വാർത്തകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ എന്തായാലും വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുകയാണ്. നമ്മുടെ LDC തിരുവനന്തപുരം ജില്ലയിലെ പരീക്ഷ എഴുതിയവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയിലെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, കമന്റ് ആയിട്ട് ഇടുക കേട്ടോ. അപ്പോ നമുക്ക് നമ്മുടെ മാർക്ക് റേഞ്ചും നമ്മുടെ കൂട്ടുകാരുടെ മാർക്ക് റേഞ്ചും ഏതുവരെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാം അല്ലെ. അപ്പൊ വൈകുന്നേരം നമ്മുടെ LDCയുടെ ഒരു പോള് നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പൊ അതിനു മുന്നേ LDC തിരുവനന്തപുരം പരീക്ഷ എഴുതിയ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ട് അവരുടെ മാർക്ക് ഇതിൽ കമന്റ് ഇടാനായിട്ട് പറയുക കേട്ടോ. അപ്പൊ നമുക്ക് ആ ഒരു സർവേയും ഇതിലെ സർവേയും കൂടി വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫൈനൽ അനലൈസിൽ നമുക്ക് വരാം. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ആദ്യത്തെ വാർത്തയിലേക്ക് തന്നെ കിടക്കാം. ആദ്യമായിട്ട് നമ്മുടെ മൻസൂർ അലി സാർ പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ LDC പരീക്ഷയെ കുറിച്ച് പറഞ്ഞതാണ്. അപ്പോൾ LDC പരീക്ഷകൾക്ക് തുടക്കം കുറിച്ച് തിരുവനന്തപുരം ജില്ലയ്ക്ക് ജൂലൈ 27 നടന്ന പരീക്ഷ ഉയർന്ന നിലവാരം പുലർത്തുന്ന ഒന്നായി എന്നാണ് പറയുന്നത്. 52 മാർക്ക് കട്ട് ഓഫ് ആയ മുൻ വർഷത്തിനും സമാനമായ നിലവാരത്തിലായിരുന്നു ഇത്തവണയും പരീക്ഷ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സാറ് പറയുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഇത്തവണയും പരീക്ഷ എന്ന് പറയുന്നതിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 50-നും 60-നും മധ്യയുള്ള കട്ട് ഓഫ് തന്നെയാണ് പ്രതീക്ഷിക്കാൻ കഴിയുന്നതെന്നാണ് മൻസൂർ അലി സാറും പറയുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ആ ഒരു ലെവൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം അല്ലെ. അതുപോലെ തന്നെ പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോഴത്തേക്കും നമുക്ക് സിമ്പിൾ ആയിട്ട് തോന്നുമെങ്കിലും അത്ര സിമ്പിൾ ഒന്നും ആയിരുന്നില്ല എന്ന് തന്നെയാണ് പറയാനായിട്ട് കഴിയുന്നത്. ചോദ്യങ്ങളൊക്കെ വായിച്ച് കഴിഞ്ഞാൽ പലർക്കും സമയം തികയാത്ത പോലെ തോന്നിയിരിക്കും. സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളിൽ ഇതുവരെ കണ്ട് ശീലിച്ച ഓപ്ഷൻ രീതിയിലും PSC ഇറക്കിയ ഒരു മാറ്റം വരുത്തി എന്ന് തന്നെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് പരീക്ഷ നമുക്ക് എന്ത് ചെയ്തു, വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കൊണ്ടുപോയി. എന്നിരുന്നാലും നല്ലപോലെ പ്രിപ്പയർ ചെയ്തവർക്ക് മാത്രം നല്ല രീതിയിൽ മാർക്ക് വാങ്ങിക്കാൻ കഴിയുന്ന എക്സാമിനേഷൻ തന്നെയാണ് അല്ലെ. അപ്പൊ എന്തായാലും കട്ട് ഓഫ് ആയിട്ട് സാറ് പറയുന്നത് 50-നും 60-നും മധ്യം തന്നെയാണ്. അപ്പൊ നിങ്ങളുടെ മാർക്ക് എത്രയാണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് ഇടുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ നിലവിൽ ഇപ്പോൾ ഫോഴ്സ് 2025 എന്ന് പറഞ്ഞിട്ട് 2025-ലേക്കുള്ള പോലീസ്, എക്സൈസ്, ബീറ്റ് ഫോറസ്റ്റ്, ഫയർഫോഴ്സിലേക്കുള്ള കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിലവില് ഇപ്പോൾ കോഴ്സ് ഓഗസ്റ്റ് 1-ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനാണ് തീരുമാനിക്കുന്നത്. അപ്പൊ എന്തായാലും 2025 ഈ പറയുന്ന ഫോഴ്സ് എക്സാംസ് ഒക്കെ എഴുതാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കമ്പൈൻഡ് കോഴ്സ് ആണ് കേട്ടോ. അപ്പൊ ഇതിന്റെ പേയ്മെന്റ് എന്ന് പറയുന്നത് 999 ആണ്. അപ്പൊ ഈ ഒരു പേയ്മെന്റ് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന 4-ലേക്കും ജോയിൻ ചെയ്യാം. പോലീസിലേക്കും, എക്സൈസിലേക്കും, ബീറ്റ് ഫോറസ്റ്റിലേക്കും, ഫയർഫോഴ്സിന്റെ കോഴ്സുകളിലേക്കും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പൊ ഇതിനകത്ത് വരുന്നത് സ്പെഷ്യൽ ടോപ്പിക് ആണ്. സ്പെഷ്യൽ ടോപ്പിക്കിന്റെ കംപ്ലീറ്റ് കോഴ്സ് കേട്ടോ എന്ന് പറയുമ്പോൾ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ക്ലാസ്, അതിന്റെ നോട്ട്സുകൾ, പിന്നെ എക്സാം അടുപ്പിച്ചുള്ള മോഡൽ എക്സാംസ്, മോക്ക് ടെസ്റ്റുകൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അങ്ങനെയുള്ള സകല കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കോഴ്സാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് 991611699272 ഈ നമ്പറിലേക്ക് പേയ്മെന്റ് ചെയ്തിട്ട് ഇതേ നമ്പറിലേക്ക് എന്ത് ചെയ്യുക, പേയ്മെന്റിന്റെ സ്ക്രീൻഷോട്ട് വാട്സാപ്പിൽ അയക്കുക. അപ്പൊ നിങ്ങൾ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. ഇനി അഥവാ നിങ്ങൾക്ക് എല്ലാം ജോയിൻ ഈ പറയുന്ന മൊത്തം കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമില്ല, ഏതെങ്കിലും 1-2 മാത്രം മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് ഏത് കോഴ്സാണ് വേണ്ടതെന്നുള്ള കാര്യം കൂടി വാട്സാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് കൂടി ഞാൻ അയച്ചു തരാം. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ LDCയുടെ ബാക്കി കുറച്ച് കാര്യം കൂടി പറയാനുണ്ട്. പരീക്ഷ എഴുതിയത് 91,000 പേരാണെന്ന് കൂടി പറയുന്നുണ്ട് കേട്ടോ. തിരുവനന്തപുരം ജില്ലയിലെ LD ക്ലർക്ക് പരീക്ഷ എഴുതിയത് 65% ആൾക്കാരാണ്. സംസ്ഥാനത്താകെ 607 പരീക്ഷാ കേന്ദ്രങ്ങളിലായിട്ട് 1,39,000 ഉദ്യോഗാർത്ഥികളെയാണ് അഡ്മിറ്റ് ചെയ്തത്. ഇവരിൽ 91,138 പേര് പരീക്ഷ എഴുതിയെന്ന് കൂടി പറയുന്നുണ്ട്. പരീക്ഷയുടെ താൽക്കാലിക ഉത്തര സൂചിക PSC വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മലയാളം, കന്നഡ, തമിഴ് പ്രാദേശിക വിഷയത്തിൽ താൽക്കാലിക ഉത്തര സൂചികയും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഇതില് ABCD എന്ന് പറയുമ്പോൾ എല്ലാ കോഡിന്റെയും ക്വസ്റ്റ്യൻസ് പ്രൊവിഷണൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പക്ഷെ ഏതെങ്കിലും കാര്യങ്ങളിൽ നിങ്ങൾക്ക് വ്യത്യാസമുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ചോദ്യങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പരാതി സമർപ്പിക്കാവുന്നതാണ്. പക്ഷെ പരാതി സമർപ്പിക്കുമ്പോൾ ക്വസ്റ്റ്യൻ കോഡ് A റിലേറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ പരാതി സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ബാക്കി ജില്ലകളിലെ എക്സാമിനേഷൻ ശ്രദ്ധിക്കുക. തിരുവനന്തപുരം ജൂലൈ 27-നായിരുന്നു. കൊല്ലം, കണ്ണൂർ ഓഗസ്റ്റ് 17-നാണ്. പത്തനംതിട്ട, തൃശ്ശൂർ, കാസർഗോഡ് പരീക്ഷ നടക്കുന്നത് ഓഗസ്റ്റ് 31-നാണ്. ആലപ്പുഴ, പാലക്കാട് സെപ്റ്റംബർ 7-നാണ്. കോട്ടയം, കോഴിക്കോട് സെപ്റ്റംബർ 28-നാണ്. എറണാകുളം, വയനാട് ഒക്ടോബർ 5-നാണ്. മലപ്പുറം, ഇടുക്കി ഒക്ടോബർ 19-നാണ്. അങ്ങനെ ആകെ മൊത്തത്തിൽ 7 പരീക്ഷകളായിട്ടാണ് നമ്മുടെ LDCയുടെ മെയിൻസ് എക്സാമിനേഷന്റെ ഡേറ്റുകൾ വന്നിട്ടുള്ളത്. ജൂലൈ 27 തുടങ്ങി ഒക്ടോബർ 19 വരെ എന്ത് ചെയ്യുന്നുണ്ട്, പരീക്ഷകൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസറിലേക്കുള്ള ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട്. 3,824 പേരാണ് ഷോർട്ട് ലിസ്റ്റിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ കഴിയും. കട്ട് ഓഫിന്റെ റേഞ്ച് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു 45 മുതൽ 55 ആ ഒരു റേഞ്ചിനകത്താണ് ജില്ലകളിലെ കട്ട് ഓഫ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ട്രേഡ്സ്മാൻ തസ്തികയിലെ നിയമന സ്തംഭനം എന്ന് വന്നിട്ടുണ്ട്. നിയമനം സംസ്ഥാന തലത്തിലാക്കിയ പരിഷ്കാരം
തിരിച്ചടിയായി ഇതുവരെ നടത്തിയത് 3% നിയമന ശുപാർശകൾ മാത്രമാണ്. അപ്പോൾ അതൊരു പ്രശ്നമായിട്ട് തന്നെയാണ് പറയുന്നത്. അതുപോലെ തന്നെ യു പി സ്കൂൾ ടീച്ചർ തിരുവനന്തപുരത്തേക്ക് 15 നിയമനം കൂടി വന്നിട്ടുണ്ട്. ഇതോടുകൂടി തിരുവനന്തപുരം ജില്ലയിലെ യു പി സ്കൂൾ ടീച്ചറിന്റെ നിയമനം 323 ആയിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒക്ടോബറിൽ 28 PSC പരീക്ഷകളാണ് നടത്താനായിട്ട് പോകുന്നത്. അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ നമ്മുടെ ടെലഗ്രാം ചാനലിലുണ്ട്. ടെലഗ്രാം ചാനലിലേക്ക് ഇനിയും നിങ്ങൾ ജോയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് വഴിയോ അല്ലാന്നുണ്ടെങ്കിൽ KFPSC നോളജ് ഫാക്ടറി PSC എന്ന് അതിന്റെ ഷോർട്ട് ഫോം ആണ് KFPSC. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, ടെലഗ്രാമിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ക്യാപിറ്റൽ ലെറ്ററിൽ ടെലഗ്രാമിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ആ ചാനലിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക. അതിനകത്ത് ഈ പറയുന്ന അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള 11 തസ്തികയിലെ ഷോർട്ട് ലിസ്റ്റുകളായിട്ടുണ്ട്. അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ട്രൈബ്യൂണൽ അറ്റൻഡ് ഉൾപ്പെടെയുള്ള 5 തസ്തികയിലെ സാധ്യതാ ലിസ്റ്റ് വന്നിട്ടുണ്ട്. റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ടൂറിസം വകുപ്പിലേക്കുള്ള റാങ്ക് ലിസ്റ്റും വന്നിട്ടുണ്ട്. കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, IRB പോലീസ്, സബ് ഇൻസ്പെക്ടർ, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിലേക്ക് അഡ്വൈസ് അപ്ഡേറ്റുകളും ആയി വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതുപോലെ തന്നെ PSC ആഴ്ച നടത്തിയ പരീക്ഷകൾ, ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ അതിനകത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ആഴ്ചയിലെ പ്രധാനപ്പെട്ട വാർത്തകളായിട്ട് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ മറക്കണ്ട. LDC പരീക്ഷയ്ക്ക് എഴുതിയ ഒരാളെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും നിങ്ങളുടെ മാർക്ക് എത്രയാണെന്നുള്ള കാര്യം കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് ഇടുക. ഓക്കെ, അപ്പോൾ എന്തായാലും പോള് രാത്രി തന്നെ ഞാൻ ഇട്ടേക്കാം. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ക്ലാസ്സൊക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.